നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ശക്തമായ മത്സരം ചെറുപുഴ പഞ്ചായത്തിൽ കാഴ്ചവെക്കുന്ന ഒരു വാർഡാണ് 10-ാം വാർഡ്. ആ 10-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവിടെ പരിചയപ്പെടുത്തുന്നതിന് ഒന്നും ആവശ്യമില്ലാത്ത ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയ ശ്രീ റോഷി ജോസാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് 10-ാം വാർഡിൽ പറഞ്ഞതുപോലെ ശക്തമായ മത്സരം തന്നെയാണ്. ഈ പഞ്ചായത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വാർഡും എനിക്ക് തോന്നുന്നു 10-ാം വാർഡ് തന്നെയായിരിക്കാം. കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ഹൈപവർ കമ്മിറ്റി അംഗം ശ്രീ ജോയ്സ് പുത്തമ്പരെയാണ് LDFന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം കഴിഞ്ഞ 2 ടേമുകളിൽ, അതായത് UDF മെമ്പറായി ആ വാർഡിനെ പ്രതിനിധീകരിച്ച വ്യക്തി കൂടിയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് LDFന്റെ ഭാഗമായി മാറിയപ്പോൾ അദ്ദേഹം LDFന്റെ സ്ഥാനാർത്ഥിയായി, ഞാൻ UDFന്റെ സ്ഥാനാർത്ഥിയായി മാറുകയുണ്ടായി. എന്തായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരെയും, ഏകദേശം എല്ലാവരെയും വീടുകൾ കയറി നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നല്ല ശുഭപ്രതീക്ഷയിലാണ്. നല്ല ഒരു വിജയം ഞങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നു. ആളുകൾ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ ഉൾക്കൊണ്ടു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഓരോ വീടുകളിൽ കയറിയുള്ള പ്രതികരണങ്ങൾ? എങ്ങനെയാണ് ജനങ്ങൾ വീടുകൾ കയറിയപ്പോൾ ആളുകൾക്ക് ഇപ്പോഴും അനവധി ആവശ്യങ്ങൾ ബാക്കിയുണ്ട്. പ്രധാനമായും റോഡാണ് ആ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു വിഷയം. പശ്ചാത്തല മേഖലയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പല റോഡുകളും പൊളിഞ്ഞു കിടക്കുകയാണ്. പിന്നെ ടൂറിസം മേഖലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള കുരിശുമല, താബോർ കുരിശുമല, അതുപോലെ തന്നെ ജോസ്ഗിരി, അതുപോലെ തന്നെ ചട്ടിവേൽ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകാൻ അവിടെയുള്ള പാതകൾ ഏറെ ഉപകരിക്കുന്നതാണ്. പക്ഷേ റോഡുകളെല്ലാം പൊളിഞ്ഞു, ഓഫ് റോഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ചെറുപ്പക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ അതിൽ ബൈക്കിനൊക്കെ പോകാൻ പറ്റുന്ന സാഹചര്യമുള്ളൂ. റോഡൊരു വിഷയമാണ്. ചില സ്ഥലങ്ങളിൽ കുടിവെള്ള പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ വീടുകളുടെ പ്രശ്നമുണ്ട്, പെൻഷൻ കിട്ടാത്ത പ്രശ്നമുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുവാനും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകാനും സാധിക്കും എന്ന് വാക്ക് കൊടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. അതുപോലെ ഈ 10-ാം വാർഡിന് മാത്രം ഒരു അപര സ്ഥാനാർത്ഥി കൂടെ ഉണ്ടോ? 10-ാം വാർഡിനെ സംബന്ധിച്ച് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്, തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ അവരുടെ വോട്ടവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണ് ചെയ്യുക. രാഷ്ട്രീയമൊക്കെ ഉണ്ടാവാം, തെരഞ്ഞെടുപ്പിന്റെ നമ്മളെ മുമ്പോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇത്തവണ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ഒരുമാതിരി പല്ലിളിച്ച് കാണിക്കുന്ന രീതിയിൽ, എനിക്കതിനെപ്പറ്റി അങ്ങനെ തന്നെ വളരെ മോശമായ ഒരു രീതിയാണ് അവിടെ അവലംബിച്ചത്. എനിക്കെതിരെ ജോഷി ജോസ് എന്ന പേരിൽ ഒരു അപര സ്ഥാനാർത്ഥി, ഞാൻ ഈ അപരൻ ആരാണെന്ന് പരിശോധിച്ചു. അപ്പോൾ അതിന്റെ അഡ്രസ്സ് വരുന്നത് തിരുമേനിയാണ് അഡ്രസ്സ് ഉള്ളത്. ഞാൻ വീടുകൾ കയറുമ്പോൾ പലരും എന്നോട് ചോദിച്ചു, ഈ ജോഷി ജോസ് എന്ന പേരും കണ്ടല്ലോ 10-ാം വാർഡിൽ. ഞാൻ പറഞ്ഞു, അത് LDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. ആരെങ്കിലും പേര് വായിക്കുമ്പോൾ റോഷി എന്ന പേര് ജോഷി എന്ന പേരിൽ തെറ്റിദ്ധരിച്ച് ഒരു 10 വോട്ട് അങ്ങനെ അങ്ങ് മാറി കിട്ടുകയാണെങ്കിൽ അത്രയും അവർക്ക് ആശ്വാസമാവും, അല്ലെങ്കിൽ അവർക്കത് നേട്ടമാവും എന്ന് ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ രീതിയൊക്കെ പണ്ടേ കാലഹരണപ്പെട്ട് പോയതാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായി കാര്യങ്ങളെ നോക്കിക്കാണാനും കഴിയും. ഞാൻ പറയുന്നു, 10-ാം വാർഡിലെ ജനങ്ങളുടെ ബുദ്ധിശക്തിയെ, അവരുടെ ഓർമ്മശക്തിയെ, അവരുടെ സാക്ഷരതയെ, അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ LDF അവിടെ കൊണ്ടുവന്നത്. അതിന് തക്ക മറുപടി ആ വാർഡിലെ ജനങ്ങൾ കൊടുക്കും. നിലവിൽ UDFന്റെ വാർഡ് തന്നെയാണെന്ന് പറയുന്നത് ആ വാർഡിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വേണ്ട രീതിയിൽ ശ്രദ്ധ അങ്ങോട്ട് ചെലുത്തിയില്ല എന്ന് ഉണ്ടോ? അത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ UDFന്റെ മെമ്പർമാരുടെ ആകെയുള്ള ഒരു പരാതിയാണ്. പണ്ട് ഞാനൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റായ കാലയളവിനിടയിൽ അങ്ങനെ പഞ്ചായത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. ഭരണസമിതി അംഗങ്ങളുമാണ്. എല്ലാവരും ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഭരണസമിതിയിലെ സഹോദരങ്ങളെ പോലെ കാണുന്നവരാണ്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ വലിയ രീതിയിലുള്ള വേർതിരിവുകൾ ഉണ്ടായി. LDFന്റെ ജയിച്ചു വന്ന മെമ്പർമാർക്ക് ഫണ്ട് വീതം വെക്കുമ്പോൾ അവർക്ക് മേൽക്കൈ നേടുകയും UDF മെമ്പർമാരെ, പ്രത്യേകിച്ച് വനിതകളാണ്, അവർക്ക് ചോദിച്ചു വാങ്ങുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ അവരെ തീർത്തും അവഗണിച്ചുകൊണ്ട് പല ഫണ്ടുകളും അങ്ങനെ ചില ആളുകളുടെ ഭാഗത്തേക്ക്, ചില മേഖലയിലേക്ക് പോയതിന്റെ ഒരു പിന്നോക്കാവസ്ഥ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആ വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാഷിക്ക് എന്താണ് ഈ 10-ാം വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത്? 10-ാം വാർഡിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആ വാർഡിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഏറ്റവും അധികം അവിടെ ആളുകൾ ആഗ്രഹിക്കുന്നത് കോഴിച്ചാൽ പട്ടത്തുവേൽ താബോർ റോഡിന്റെ ഒരു നല്ല രീതിയിലുള്ള അതിന്റെ മാറ്റമാണ്. ആ വാർഡിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ വാർഡിലെ ആ റോഡ് തന്നെയാണ്. ആ റോഡ് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും വേഗത്തിൽ ആ റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം. പിന്നീട് നിരവധി പോക്കറ്റ് റോഡുകളുണ്ട്. താബോർ കുരിശുമല പോലെയുള്ള നിരവധി പോക്കറ്റ് റോഡുകൾ, അതൊക്കെ പൊട്ടി തകർന്ന് കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത സ്ഥിതിയാണ്. അടിസ്ഥാന മേഖലയിൽ, പശ്ചാത്തല മേഖലയിൽ ഏറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനുള്ള
പ്രത്യേകമായ ശ്രദ്ധയും പാക്കേജും തീർച്ചയായും കൊണ്ടുവരും. അതിലുപരിയായി ജനങ്ങളുടെ വിഷയങ്ങൾ, പെൻഷൻ കിട്ടാത്ത അനവധി ആളുകൾ, വീട് റിപ്പയറിന് പോയി കിട്ടാത്ത ആളുകൾ, അവിടെ പട്ടത്തുവേൽ കോളനി ഉണ്ട്. ആ പട്ടത്തുവേൽ കോളനിയിൽ 1 കോടി രൂപയുടെ അംബേദ്കർ പദ്ധതി നടപ്പിലാക്കിയതാണ്. പക്ഷെ അവിടെയുള്ള കോളനിയിൽപ്പെട്ട ആ ഉന്നതിയിൽപ്പെട്ട ആളുകൾക്ക് വളരെ നിരാശരാണ്. ആ 1 കോടി രൂപ അവിടെ എങ്ങനെ ചെലവഴിച്ചു എന്ന് അവർ തന്നെ ആശ്ചര്യപ്പെടുകയാണ്. ആരൊക്കെയോ ഇടനിലക്കാർ അവിടെ നിന്ന് അതിന്റെ ലാഭം കൊണ്ടുപോയതല്ലാതെ ഒരു പ്രയോജനവും ആ ഉന്നതിയിലെ ആ പാവപ്പെട്ട കുടുംബങ്ങൾക്കുണ്ടായില്ല. റോഡുകളില്ല, വീടുകളില്ല, അവിടെ വൈദ്യുതിയില്ല, കുടിവെള്ളമില്ല. ഇതിനു വേണ്ടിയൊക്കെ ഒരു രീതിയിൽ കൊണ്ടുവന്നൊരു ഫണ്ടാണ് ഈ ഒരു അംബേദ്കറിന്റെ 1 കോടി രൂപയുടെ പദ്ധതി. അപ്പൊ അതൊക്കെ നമ്മൾ അന്വേഷിച്ച് അതിനൊക്കെ നല്ല രീതിയിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ആ വാർഡിലെ ജനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി ചേർത്ത് നിർത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് നല്ല ഒരു വാർഡാക്കി മാറ്റാനുമാണ് എൻ്റെ ശ്രമം. ഇത്തരത്തിലാണ് 10ാം വാർഡ് സ്ഥാനാർത്ഥി റോഡ്സ് സാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 10ാം വാർഡ് ജനങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന വാഗ്ദാനം ഇതാണ്. ഈ തിരക്കിനിടയിൽ, അവസാന മണിക്കൂർ തിരക്കിനിടയിലും നമ്മളോട് സഹകരിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. മലയോര ജനതയുടെ സൗഭാഗ്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി 1ാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ നിഷ ലോട്ടറി ഏജൻസീസ്, മെയിൻ റോഡ് കരുവഞ്ചാൽ, സെൻട്രൽ ബസാർ ആലക്കോട്, ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം, ബസ് സ്റ്റാൻഡ് ചെറുപുഴ. സൗഭാഗ്യത്തിന്റെ പൊൻസ്പർശം.